അടിസ്ഥാനത്തിൽ ഈ പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ട് ഈ കാലാവസ്ഥയെ ഞങ്ങൾ ഞങ്ങളുടെ മനോധൈര്യം കൊണ്ട് നേരിടും. ഈ നാടിനെ ഈ നാടായി നിലനിർത്തി മാറ്റുന്നതിന് വേണ്ടി എന്ന ഉത്തമമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഈ ജാഥയുടെ പ്രയാണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു മുദ്രാവാക്യം കേരളം എന്താ ഇന്ത്യയിലല്ലേ? അപ്പോ ചില ആളുകളൊക്കെ ചോദിക്കും, ആരാ പറഞ്ഞത് കേരളം ഇന്ത്യയിലല്ല എന്ന്? ഇന്ത്യയുടെ ഭൂപടം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അടിവശത്തായിട്ട് ഒരു ഓരം ചേർന്നുകൊണ്ട് കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനം നിൽക്കുന്നുണ്ടല്ലോ. ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്ന് കേരളത്തെ ഒഴിവാക്കിയിട്ടില്ലല്ലോ. കേരളം കേരളമായിട്ട് തന്നെ അവിടെ ഉണ്ടല്ലോ എന്നെല്ലാം വേണമെങ്കിൽ വാദത്തിനു വേണ്ടി പറയാം. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തിലെ സംസ്ഥാനങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ഈ രാജ്യത്തിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ ഒട്ടും പ്രാധാന്യം കുറയാത്ത ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ഈ രാജ്യത്തിന്റെ വരുമാനം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും അധികം നികുതി അടക്കുന്ന ആളുകൾ കൊച്ചു സംസ്ഥാനമാണ്. ജനസംഖ്യ വളരെ കുറവാണ്. പക്ഷേ ഈ രാജ്യത്തിന്റെ വരുമാനം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരു ഉപഭോക്തൃ സംസ്ഥാനം എന്നുള്ള നിലക്ക് ഈ രാജ്യത്തിന്റെ അകത്ത് ഏറ്റവും അധികം നികുതി അടക്കുന്ന സംസ്ഥാനങ്ങളുടെ കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ പട്ടികയിൽ കേരളം എന്ന് പറയുന്ന ഈ കൊച്ചു സംസ്ഥാനത്തെ കാണാം. സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ ആ കാലഘട്ടത്തിലെ പോരാട്ടത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ പോരാട്ടങ്ങളിലും ഈ മലയാളികളുടെ പങ്ക് എടുത്തു കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ദേശീയ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ പാരമ്പര്യമുള്ള ഈ രാജ്യത്തെ രാജ്യമായി നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഉജ്ജ്വലമായ പോരാട്ടം നയിച്ചിട്ടുള്ള ധീരദേശാഭിമാനികളുടെ മണ്ണാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കണ്ണിലെ കരടായി ഈ കേരളം മാറിയതും മലയാളികൾ ആത്മാഭിമാനം പണയം വെക്കാത്തവരാണ്. കവി പാടിയതുപോലെ കേരളം എന്ന് കേട്ടുകഴിഞ്ഞാൽ ഉടലിൽ ഞരമ്പുകളിൽ ചോര തിളക്കുന്നവരാണ് മലയാളികൾ എന്നുള്ളത് തന്നെയാണ് കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാർ ഫാസിസ്റ്റ് ഗവൺമെന്റിനും അതിന് നേതൃത്വം നൽകുന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും പ്രശ്നമായി നിൽക്കുന്നത്. സമീപ കാലഘട്ടത്തിൽ ഈ രാജ്യത്തിനകത്ത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ഭരണത്തിന്റെ 3ാം തുടർച്ചയിലേക്ക് പോകുമ്പോ ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയം മുതലാളിത്ത സാമ്പത്തിക നയമാണ്. ഈ രാജ്യത്തിന്റെ നയപരിപാടികൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയെ തകർക്കുന്നതാണ്. ഇന്ത്യയുടെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതാണ്. ഇത് ഈ രാജ്യത്തോട് ഏറ്റവും ഉച്ചത്തിൽ വിളിച്ചു പറയുന്നവരുടെ ഒന്നാമതായി നിൽക്കുന്നത് മലയാളികളാണ്. അതാണ് കണ്ണിലെ കരടായി മാറുന്നത്.